ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നിപ്പം സമയം 11 ഞാൻ ഇന്നും ലേറ്റായി വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുത്തില്ല, എനിക്ക് നാളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കയ്യോടെ ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നേ. അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ജൂൺ സ്റ്റാർട്ടിംഗ് ആണ്. ജൂണിലെ ഇനി നമുക്ക് കറക്റ്റ് എണ്ണി പറയുവാണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതുവരെ നന്നായില്ല, നന്നാവാം തീരുമാനിച്ചിട്ട് ശരിയായില്ല, പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്താന്ന് വെച്ചാൽ നമുക്ക് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലാണ്. 24 മണിക്കൂറാണ് വിജയിച്ചതിനുള്ളത്, ഏറ്റവും ഒന്നും ആവാത്തവർക്കും ഉള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തെ അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നാളെ എന്നുള്ള രീതിക്ക് മാറ്റി വയ്ക്കും. അത് പിന്നെ നീണ്ടുപോയി അടുത്ത ദിവസവും അങ്ങനെ നമ്മൾ പോലും വിചാരിക്കാത്ത സമയം വല്ലാണ്ട് കടന്നു പോകും. നമ്മളിപ്പോൾ വിചാരിക്കും, ദൈവമേ സമയമൊക്കെ എങ്ങനെ ഇത്ര വേന്ന് പോകുന്നത്, ഞാൻ ഇത് ചെയ്തില്ലല്ലോ, അല്ലെ ആ ഡെഡ് ലൈൻ ആവുന്ന ഡേ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ ആ വർക്ക് ചെയ്തില്ല, അല്ലെ ആ ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലെ ആ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. ഒരിക്കൽ പോലും നമ്മൾ എന്താ പറയുക, നിന്ന നിപ്പിൽ തന്നെ വർക്ക് ചെയ്ത് തീർക്കുന്നവരായിരിക്കത്തില്ല ഒരു 90% ആൾക്കാരും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കിപ്പം ഒരു ജോലിക്ക് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോസ്റ്റലുകൾ PG കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ ഞാനൊരു PGക്ക് വേണ്ടിയിട്ട് കുറേ അന്വേഷിക്കുന്നു. OLX ആയിട്ടും പല രീതിയിലും ഈ പോസ്റ്ററുകൾ കണ്ടും അങ്ങനെ വിളിച്ചു ചോദിച്ചു പല രീതിയിലും ഞാൻ ഹോസ്റ്റലുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും ഹോസ്റ്റലുകൾ കിട്ടിയിട്ടില്ല. കാര്യം അതെൻ്റെ ആവശ്യം മാത്രമായിരുന്നു, അത്യാവശ്യമല്ലായിരുന്നു. എനിക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റലുണ്ട്, ഞാൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു എനിക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനെ ഒരിക്കലും എൻ്റെ അത്യാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ പല OLXും ഈ പറഞ്ഞ പോലെ വിളിച്ചു ചോദിച്ചും അങ്ങനെ പല രീതിയിൽ എൻക്വയറി നടത്തിയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് വേണ്ട, അല്ലെ എൻ്റെ മനസ്സിനിണങ്ങിയ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ പെട്ടെന്നൊരു ദിവസം ഒരു കാര്യവുമില്ലാണ്ട് റെൻറ്റ് കൂട്ടിയപ്പോഴത്തേനും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് എനിക്കിത് അത്യാവശ്യമായി മാറി. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ സെയിം പോയ രീതിയിൽ തന്നെ സെർച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ തന്നെ OLX ആയിട്ടും അത് തന്നെ ആയിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്തപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് ശരിയാവും, എനിക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയൊക്കെ ഉണ്ടായി. അപ്പം സെയിം രീതിയും സെയിം കാര്യങ്ങളുമാണ് ചെയ്തത്. പക്ഷേ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് അവിടെ റിസൾട്ട് ഉണ്ടായി. ഇതേപോലെയാണ് ജോലിയുടെ കാര്യത്തിൽ. ജോലി മാറണം വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. മേ ബി കുറച്ചും കൂടെ കൂടുതൽ ശമ്പളത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ നല്ലൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം മാറണം എന്നൊക്കെ വിചാരിച്ച് വെക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇപ്പം ഇരിക്കുന്ന ആ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് വേറെ ഒന്നും വെറുതെ CV കണ്ട കമ്പനികൾക്ക് അയച്ചു കൊടുക്കുന്നതല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യലോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ CV അറേഞ്ച് ചെയ്യലോ, CV പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ കീവേഡ്സ് യൂസ് ചെയ്യലോ ഒന്നും ചെയ്യാണ്ട് എനിക്ക് ജോലി മാറണം, കുറേ ജോലിക്ക് വെറുതെ അയക്കുന്നു, ഇതല്ലാതെ നാളെ മുതൽ നീ റിസൈൻ ഇട്ടോ എന്ന് നിങ്ങളിപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് പറയുകയാണ്. അന്നപ്പം ആ നിമിഷം തൊട്ടാണ് നമുക്ക് ആ ഒരു കാര്യം അത്യാവശ്യമായിട്ട് മാറിയത്. അത്യാവശ്യമായി എന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ എടുത്തു. അപ്പം ഇതേപോലെയാണ് ജീവിതത്തിലും നമ്മൾ എന്താണ് മാറ്റി വെക്കുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ ഇപ്പോൾ ഈ നിമിഷം ചെയ്യാനുള്ളത് ഇപ്പം തന്നെ ചെയ്യണം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോയി. നമുക്ക് ആ സമയത്ത് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ മാൻ എന്നാണ് പറയുന്നത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. തിരമാലയും ഈ പറഞ്ഞ പോലെ സമയവും ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മളതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ആ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം. ഒരിക്കലും ഒരു കാര്യവും നാളത്തേക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. ഈ നിമിഷം ചെയ്യാൻ പറ്റുന്ന എന്താണോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അപ്പം എനിക്കിപ്പം ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര ദിവസം വീഡിയോ ഇട്ടതിൽ നിന്ന് എനിക്ക് കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങും ഭയങ്കര ലെവലിൽ എത്തിയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജെന്യുവൻ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് വീഡിയോ എടുക്കാൻ എന്നും ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റലോ കാര്യങ്ങളോ ഒന്നും നടക്കാറുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ
ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 50 ഡേ ചലഞ്ച് ഞാൻ എടുക്കാൻ പോവാണ്. സോ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് എനിക്ക് എന്ത് തിരക്കെന്ന് പറഞ്ഞാലും എനിക്ക് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. സോ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കിട്ടും, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ പഠിക്കുന്ന കേസ് ഇത്രയും നമുക്ക് ബൾക്കായിട്ടുണ്ടെങ്കിൽ അത് നാളത്തേക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും അത് ഇന്ന് പഠിക്കാൻ നോക്കുക. ഇന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യം ചെറുതാണെങ്കിലും, ഇപ്പം ഒന്ന് റൂം അറേഞ്ച് ചെയ്യുന്ന കാര്യമാണേലും, അല്ലെ നമ്മൾ ദിവസം ഇടുന്ന ചെരുപ്പ് കഴുകി വെക്കുന്ന കാര്യമാണേലും ഇന്ന് ചെയ്ത് വെച്ചാൽ ഇന്ന് അത്രയും നല്ലത്. അല്ലാണ്ട് അത് നാളെ ആട്ടെ പിന്നെ ആട്ടെ എന്ന് വിചാരിച്ച് വെച്ച് പോയാൽ അത് ലാഗായി മുന്നോട്ട് കുറേ പോവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും നമ്മൾ മുന്നോട്ടേക്ക് എന്താ പറയുക ഇങ്ങനെ നീട്ടി വെക്കാണ്ടിരിക്കുക. അതേപോലെ ഇപ്പം എൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ എനിക്ക് എങ്ങനെ പോലെ ഒരു 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ദെൻ എനിക്ക് ഞാൻ ജിമ്മിൽ പോയിട്ട് ഒരിടയ്ക്ക് എനിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ജൂണിൽ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അന്ന് ജിമ്മിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോവാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതാണ് ഒരു മെയിൽ ഇത്രയും എനിക്ക് ലാഗ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതെനിക്ക് പിന്നെയും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഹോപ്പ്ഫുള്ളി എനിക്കത് ഈ മന്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണേലും അതുപോലെ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളിൽ എൻ്റെ ചിന്താഗതി മാറിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ്, ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പം പണിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഇതുണ്ട്. സോ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെ ചെയ്യുക. ടൈം എന്നുള്ള കാര്യം അത്രമാത്രം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ കൂട്ടുക. എന്നിട്ട് പണിയെടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.